ഡോക്ടർ എൻ ആർ മധു, ഈ മുസ്ലിം ജനതയിൽ അകാരണമായ ഭയം കുത്തിവെക്കുന്നത് ആരാണ്? ഇപ്പം നോക്കൂ, ഈ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന വന്നു, പക്ഷേ അത് അംഗീകരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ പോലും തയ്യാറല്ല എന്നുള്ളതാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, അവരൊരു ഏകശിലാ ഘടന ഉണ്ട് എന്ന ധാരണ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ പലരും പറയും ഹിന്ദു സമൂഹത്തിൽ വലിയ ജാതി വേർതിരിവുകളൊക്കെ ഉണ്ടെന്ന്. അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ വേർതിരിവുകളുള്ള ഒരു സമൂഹമാണ് മുസ്ലിമിൻ്റേത്. മാത്രമല്ല, ഇവിടെ മുന്നേ ചർച്ചയിൽ സംസാരിച്ചവർ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ അവർ ശരിയ നിയമം നടപ്പിലാക്കും വരെ അവരൊരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക മതമൗലികവാദികളും തമ്മിൽ ഒരേ സ്വരത്തിൽ പാടുന്നത്. കാരണം രണ്ടു കൂട്ടരെ സംബന്ധിച്ചും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന നാട്യമാർഗമേ മാത്രമേ അവർക്കുള്ളൂ. എപ്പോഴാണോ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നത്, അധികാരം കിട്ടുന്നത്, ആ സമയത്ത് ലോക ചരിത്രം പരിശോധിച്ച് നമുക്കറിയാൻ സാധിക്കും അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല. പിന്നെ അപ്പം ഈ ഭാരതത്തിലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇസ്ലാം സമൂഹത്തെ ഒരു ഭയപ്പാടിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഒരുമിച്ചാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലാണിപ്പോൾ ഏതാണ്ട് 30% മേലെ മുസ്ലിം ജനസംഖ്യയുണ്ട്. അപ്പോൾ ആ മുസ്ലിം ജനസംഖ്യയുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കണമെന്നുള്ള തരത്തിലുള്ള മത്സരമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് നടത്തുന്നത്. അതിനുവേണ്ടി അവർ എടുക്കുന്ന അടവ് നയങ്ങൾ നമുക്കറിയാം. ഇപ്പം നമ്മുടെ ചാനലുകൾ പോലും അയോധ്യ വിഷയത്തിൽ എന്തായിരുന്നു അവരുടെ നിലപാട്, രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു? പക്ഷേ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർ മത്സരിക്കുകയല്ലായിരുന്നു സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നമുക്കറിയാം, അയോധ്യ വിഷയം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വിഷയം പൊന്തി വന്നു. കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം നിശബ്ദത പാലിച്ചില്ലേ? ഇപ്പോൾ ഈ അബ്ദുള്ള ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാലത്തും നിങ്ങളുടെ രക്ഷകരായി അവതരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവരിപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ്. ഒരു കാലത്തും നിങ്ങളെ സംരക്ഷിക്കാൻ ഈ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും ഉണ്ടാവില്ല. ഇത് മുസ്ലിം ജനസാമാന്യത്തിന് എപ്പോഴാണോ മനസ്സിലാവുക, ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ മുഖ്യധാരയിലെ ഈ നാടിൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമോ ആ രീതിയിൽ പെരുമാറിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യത ഉണ്ടാവുക. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീ അബ്ദുള്ളയെ പോലെ ഉള്ളവർ ആ സമൂഹത്തിൽ തീവ്രമായ വിഘടനത്തിൻ്റെ വിഷവിത്ത് കുത്തിവെക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നേർ അവകാശികൾ എന്ന് കൂടി പറയുന്നു. RSS ഹിന്ദു സമൂഹത്തിലെ വളരെ ഒരു മൈനോറിറ്റിയായ ഭീകരവാദികളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം ഉണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്ന് ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ അബ്ദുള്ള പറയുന്നു ഇതെല്ലാം രാജ്യം ഭരിക്കുന്ന RSSകാരാണ് എന്നൊക്കെയാണ്. RSSകാർ 1925 പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ്. അതിന് ഇത്രയും കാലം കേന്ദ്രത്തിൽ ഭരണം ഉള്ളതുകൊണ്ടല്ല അത് പ്രവർത്തിച്ചത്. കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇങ്ങനെ തന്നെ ഉണ്ടാവും. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തെ ഭാരതത്തിലെ ജനകോടികൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ RSSൻ്റെ ഐഡിയോളജി ഏറ്റെടുത്തു. അതൊരു മൈനോറിറ്റി ആയിട്ടുള്ള ടെററിസ്റ്റ് അല്ല. അദ്ദേഹം ഈ സംഭാഷണത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇന്ന് സത്യത്തിൽ മുസ്ലിം സമൂഹം ദേശീയ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മതമൗലികവാദത്തെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഈ അന്ധവിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അബ്ദുള്ളയെ പോലെയുള്ളവർ അറിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന സമൂഹത്തെ ഏത് വിധേനയും ശിഥിലീകരിക്കുക, അന്തഛിദ്രം അവർ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീ അബ്ദുള്ളയെ പോലെയുള്ളവരും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്യന്തികമായി നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഹാനിയെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അയോധ്യയുടെ കാര്യത്തിൽ ഇത്രയും കാലം രക്ഷാപരിവേഷം എടുത്തണിഞ്ഞിരുന്ന, രക്ഷാപുരുഷ സ്ഥാനം അണിഞ്ഞിരുന്ന ഇവിടുത്തെ ചാനലുകളടക്കം, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, പരസ്യമായി തന്നെ പറയാം. മാതൃഭൂമിയുടെ പത്രമുതലാളിയായ വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എഴുതിയിരുന്നു. പക്ഷേ അതേ മാതൃഭൂമിയായിരുന്നു മത്സരിച്ച് ഇപ്രാവശ്യം ജനത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചർച്ച ചെയ്യുന്ന ജനത്തെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിച്ച് അവിടെ പോയി പെറ്റുകിടക്കുകയായിരുന്നു മാതൃഭൂമിയുടെ ചാനൽ പ്രവർത്തകർ. എന്നിട്ട് പിറ്റേ ആഴ്ച ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാണഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി വീക്കിലി
മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം ഇറക്കിയിരിക്കുക, കവർ സ്റ്റോറി ഇറക്കിക്കുക, സുനിൽ പീളയിടത്തിൻ്റെ ലേഖനമൊക്കെ വെച്ച്. അപ്പം ഇതാണ് അവരുടെ അടവ് നയം എന്ന് പറയുന്നത്. അപ്പം ഈ അടവ് നയം എന്തിനാണ്? മുസ്ലിം സമൂഹത്തിൻ്റെ ദീർഘകാലീന ഗുണത്തിനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി ഇവർ മുസ്ലിം പക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരുന്നെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ആ പ്രശ്നം കാലങ്ങളായി നിൽക്കുന്നതാണ്. ഇനി ഇതാ വരാൻ പോവുകയാണ് മധുരയിലെയും. കാശി മധുര ബാക്കി ഹേ എന്ന് തമാശന് പറഞ്ഞല്ല സാർ, അതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. അപ്പോൾ ഈ പ്രശ്നം വരുമ്പോൾ എന്തേ അയോധ്യയിലെ പോലെ ഒരു വാശിയില്ലാത്തത്? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കിയില്ല. ഇന്നലെ വരെ ഇവിടുത്തെ ഈ അയോധ്യ പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞവർ, രാമനെ തള്ളിപ്പറഞ്ഞവർ, രാമജന്മഭൂമിയെ തള്ളിപ്പറഞ്ഞവർ. അതുകൊണ്ടെങ്കിലും ഇവിടുത്തെ മുസ്ലിം സമൂഹം പഠിക്കണം. മുസ്ലിം സമൂഹത്തിന് എന്നും തുണയും പിന്തുണയും സഹകരണവുമായിട്ട് നിൽക്കാൻ പോകുന്നത് ദേശീയ മുഖ്യധാരയിൽപ്പെട്ട ബഹുജനങ്ങളായിരിക്കും. ആ ദേശീയ മുഖ്യധാരയിൽ നിന്നും അടർത്തി മാറ്റുവാനാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ളവരുമൊക്കെ ശ്രമിക്കുന്നതെന്ന് ഇത് ശ്രമിക്കുന്ന ദേശീയവാദികളായ മുസ്ലിങ്ങൾക്കെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, തീവ്രവാദത്തിനെതിരെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് താങ്കൾ എല്ലാ ചാനൽ ചർച്ചയിലും പറയാറുണ്ട്. പക്ഷേ അവസാനം താങ്കളുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്ത് ചാടും. അത് സ്വാഭാവികമായിട്ട് പുറത്ത് ചാടുന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് പോലും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇനി ഇത്തരത്തിലുള്ള എത്ര കുപ്രചരണങ്ങൾ അഴിച്ച് വിട്ടാലും താങ്കൾ എന്തിനാ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അല്ല, അഴിച്ചു വിട്ടാലും താങ്കൾ എന്തിനാ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്ക് തമാശയൊക്കെ ആകുന്നത് നല്ലതാണ്, നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട. അല്ല താങ്കൾ സംസാരിക്കുമ്പോൾ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അത് മാത്രമല്ല പ്രേക്ഷകരും ആസ്വദിക്കുന്നുണ്ട്. തമാശയല്ല, ഒരു മീൻസ് താങ്കൾ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. അത് പറയുന്നത് വേറെ കാര്യമൊന്നുമില്ല. അത് പറയുന്നത് പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട്. അല്ല, പ്ലീസ് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നോക്കൂ, ഈ ഇങ്ങനെ പിന്നെ താങ്കളെപ്പോലുള്ളവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നല്ലതാണോ, ആശാസ്യമാണോ? കുത്തിത്തിരിപ്പ് ഏറ്റവും നല്ലതാണോ? എന്താ മറുപടി പറയണ്ടേ? ഇതിനൊക്കെ ഇപ്പോൾ പേര് കുത്തിത്തിരിപ്പ് എന്നാ. നിങ്ങൾ ഇവിടുത്തെ ഹിന്ദു നിങ്ങൾക്ക് പറയണ്ടേ? അപ്പം പറയുമ്പോൾ അടക്ക ഹിന്ദു തീവ്രവാദ ഫാസിസ്റ്റുകൾ നിങ്ങളതാ. ഈ ഫാസിസത്തോട് പൊരുതുന്നവരൊക്കെ കുത്തിത്തിരിപ്പുകാരാ. നിങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതായ ഒരു രാമരാജ്യം ഉണ്ടല്ലോ, ആ രാജ്യത്ത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഹിന്ദുക്കളുടെ അവശ്യ വിഭാഗങ്ങളോട് നിങ്ങൾ പെരുമാറുക എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഈ ഹിന്ദുക്കളിൽപ്പെട്ടതായ സവർണരല്ലാത്ത ആവർണരോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? കഴിഞ്ഞ ആഴ്ചയാണല്ലോ തമിഴ്നാട്ടിൽ ആവർണർ കയറിയത് ക്ഷേത്രത്തിൽ, പിന്നെ സവർണർ കയറില്ല എന്ന് പറഞ്ഞത്. അതല്ലേ നിങ്ങളുള്ളത്? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ രാമരാജ്യം ഉണ്ടല്ലോ, ആ രാമരാജ്യത്ത് എങ്ങനെയായിരിക്കും? ഞാൻ നിങ്ങൾ പത്രത്തിൽ വന്നതല്ലേ, ഫ്രണ്ട് പേജിൽ അവർണർ ഇതായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുക. അപ്പം ആ ജാതീയത, ആ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതെല്ലാം അടങ്ങിയതായ ഒരു സംവിധാനം ഇവിടെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു. അതിന് മുമ്പിലുള്ള തടസ്സം മുസ്ലിങ്ങളുടെ ഇസ്ലാം മതമാണ്. അതായത് അവർ ഐക്യത്തിൽ വിശ്വസിക്കുന്നു, സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു. ഹിന്ദു മുസ്ലിമും മറ്റേ ആരാലും അവരുടെ കുല്ലുക്കുമിൻ ആദം എന്ന് പറയുന്ന ഒരാളിൽ നിന്നുണ്ടാണ്. ആദം തുറാം, ആദം മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെല്ലാം സമന്മാരാണ്. ഈ സമത്വം പറയട്ടെ, താങ്കൾക്ക് പിന്നെ പറയാം, ഈ സമത്വം ഇവിടെ ഉദ്ഘോഷിക്കുന്നത് കൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ എന്തെല്ലാം അപവാദങ്ങളും എന്തെല്ലാം 24 മണിക്കൂർ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ പറഞ്ഞല്ലോ, പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. എൻ്റെ 4 മരുമക്കളുണ്ട്, 4 ആൺകുട്ടികളും ഇവിടെ ഭാര്യമാരും 4 ആളും ഡ്രൈവ് ചെയ്യുന്നവരാണ്. 4 കാറുണ്ട്. വേണമെങ്കിൽ രാവിലെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്തും എന്ന് വിളിച്ച് പറയാം, പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാം. കോഴിക്കോട് നഗരം കണ്ടണോ ആ പറഞ്ഞ കക്ഷി? കോഴിക്കോട് നഗരത്തിൽ ഭൂരിഭാഗം ഡ്രൈവർമാർ എങ്ങനെ അതെവിടെയുള്ളത്? അതെവിടെയുള്ളത് പറ. പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ഓരോന്ന് പറയാം. സ്ത്രീ വിരുദ്ധമായ ഒന്നും താങ്കൾ കാണിച്ചു തരാൻ കഴിയില്ല. പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അതൊക്കെ പറയട്ടെ, ഞാൻ പറഞ്ഞ ഉദാഹരണം പുരുഷൻ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ പറയുമ്പോൾ താങ്കൾ വായടക്കുക. മറ്റുള്ളവർ സൗദിയൊക്കെ അതിൻ്റെതായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ?
അല്ല അതുപോലെ എന്തെല്ലാം ഇവിടെ അനുവാദം ഇല്ലാത്തതുണ്ട്, എല്ലാം അനുവദിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കട്ടെ, നമ്മൾ ചർച്ച അങ്ങോട്ട് നീണ്ടുപോകും. ചർച്ച ഞാൻ മതിയാക്കിക്കോളാം. താങ്കൾ ചെയ്തപ്പോ താങ്കൾ ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ താങ്കളോട് ഇങ്ങനെ ഒച്ചിട്ടിട്ട്? പ്ലീസ് ഓക്കെ. നേരത്തെ പറഞ്ഞതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോ. നേരത്തെ കുറെ വിവരക്കേട് പറഞ്ഞല്ലോ ഇസ്ലാമിനെ പറ്റി. ഇസ്ലാമിനെ പറ്റി കുറെ അസംബന്ധങ്ങൾ ഇവിടെ നേരത്തെ അയാൾ പറഞ്ഞു കഴിഞ്ഞു. അത് അതിനിടെ ഗുരുമൂർത്തിനെ കൊണ്ടുവരാ. ശ്രീ ഓ അബ്ദുള്ള വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. ഇനി മേലിൽ കണ്ട് വരണ്ട കേട്ടോ, പറഞ്ഞാ പറയണ്ടേ. ഒന്നാമത് കേൾവി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ കുറെ നിരൂപിക്കലാണ്. ശ്രീജിത് പണിക്ക് ഓ അബ്ദുള്ള പിണങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം, ഞാൻ വിദ്യാസാഗർ ഗുരുമൂർത്തിയോട് താങ്കളൊന്ന് കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കേട്ടത് വിദ്യാസാഗർ ഗുരുമൂർത്തിയോട് ഞാൻ ചോദിച്ചു എന്നുള്ളതാണ്. ശ്രീജിത്ത്, ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജ്ഞാൻവാപിയിലുള്ള വീണ്ടും ആരാധനയ്ക്കുള്ള അനുമതി ലഭിച്ചല്ലോ. അത് മാത്രമല്ല, എതിർവിഭാഗം കോടതിയെ സമീപിച്ചപ്പോൾ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ വിഷയം, മീനാക്ഷി ലേഖി ഭാരത് മാതാ കി ജയ് വിളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം, ഇതെല്ലാം നൽകുന്ന സൂചന ആത്യന്തികമായി ഹിന്ദു രാഷ്ട്ര നിർമ്മാണം, അതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ യൂണിഫോം സിവിൽ കോഡ് കൂടി വന്നത് കഴിഞ്ഞാൽ എല്ലാം ശുഭം. അതുകൊണ്ട് ഇവരിൽ മാക്സിമം ഭയം കുത്തിവെക്കുന്ന ചില സമീപനങ്ങൾ നമ്മുടെ വിശിഷ്യ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ എന്നാമത് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള കളി കൂടിയാണ് കളിക്കുന്നത്. അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അത് പക്ഷേ നമ്മുടെ മുസ്ലിം ജനസമൂഹം അത് എത്രത്തോളം തിരിച്ചറിയും? ഇപ്പം പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അദ്ദേഹം കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് തൊട്ട് താഴെയുള്ള കുഞ്ഞാലിക്കുട്ടി പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ മറുപടി നൽകുന്നില്ല, പ്രതികരണം ഉണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഇൻഫർമേഷൻ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിനോ ഒന്നും പലരും തയ്യാറല്ല. അത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ വരുന്ന പല പ്രചരണങ്ങളും ശരിയാണ് എന്നൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെ അഭിപ്രായ രൂപീകരണം നടത്താനായിട്ടൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അഭിപ്രായമുണ്ട്, പക്ഷേ അഭിപ്രായം ഒരു ഇൻഫോംഡ് ഡിസിഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻഫോംഡ് ഒപ്പീനിയൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് അതിൽ സത്യം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പല രീതികളിലുള്ള ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒപ്പീനിയൻ, ഓപ്ഷൻ എ എടുക്കാം, ഓപ്ഷൻ ബി എടുക്കാം എന്ന രീതിയിലത്തേക്കായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഗ്യാൻവാബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ ശ്രീ ഒ അബ്ദുള്ളയോടൊപ്പം തന്നെ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചതാണ്, അതായത് അവിടെ ASI ഒരു സർവേ നടത്തുന്നു, ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തന്നെ അവരതിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. തന്നെയുമല്ല മസിറി ആലങ്കിരി എന്ന് പറയുന്ന ഈ നമ്മുടെ ഔറംഗസേബിന്റെ കാലത്ത് രചിക്കപ്പെട്ടിരുന്ന ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നേരിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവിശ്യ ഗവർണർമാർ വഴിയും തകർക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നു. ഈ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് അവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇനി എന്താണ് അവിടെ ഒരു തീരുമാനം? അപ്പൊ അതൊരു തർക്ക വിഷയമായിട്ട് വരുന്നു. ലീഗലായിട്ടുള്ള റെമഡികൾ തേടുന്ന രണ്ട് പക്ഷങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഈ ഒരു വിവരം വരുന്ന സമയത്ത് നമ്മൾ ഈ വിവരത്തിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാണെങ്കിൽ, ഒരു റീകൺസിലിയേഷന് തയ്യാറാണ് എങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ശരി, ഇത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് വിട്ടുതരാനായിട്ട് തയ്യാറാണ് എന്ന് പറയണം. അല്ലാതെ ഈ സഹിഷ്ണുത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നതോ എല്ലായ്പ്പോഴും ഒരു വൺ വേ ട്രാഫിക് ആയി നമ്മൾ കരുതിക്കൊള്ളണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഇവിടെ ഈ ഇത്തരത്തിലുള്ള രേഖകൾ, തെളിവുകൾ ഒക്കെ കിട്ടുന്ന സമയത്ത് ആൾക്കാർ പറയേണ്ടത്, ശരി, ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് നമ്മൾ തയ്യാറാണ് എന്ന് പറയണം. അങ്ങനെ പറയാനായിട്ട് ശ്രീ ഒ അബ്ദുള്ള അടക്കമുള്ള ആൾക്കാർ തയ്യാറല്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചങ്കെടുത്ത് കാണിച്ചു കഴിഞ്ഞാലും അത് ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ മറ്റെന്ത് റീകൺസിലിയേഷൻ സാധ്യതകളാണ് അവർ അവശേഷിപ്പിക്കുന്നത്
എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഗൽ റെമഡി മാത്രമേ ഉള്ളൂ. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് പോലും സാധ്യതയില്ലാത്ത രീതിയിലേക്ക് പിന്നീട് ലീഗൽ ആയിട്ടുള്ള അവന്യൂസ് മാത്രമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡീസ് ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഇത് ഭീതി വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യമല്ല. ഈ പറഞ്ഞിരിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇത് കൂടാതെ നിരവധി മറ്റ് ക്ഷേത്രങ്ങളിലുമുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യത്തിന്, നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആരാധനാലയങ്ങളുടെ റിലീജിയസ് ക്യാരക്ടർ കൺവേർട്ട് ചെയ്ത് മറ്റൊന്നായിട്ട് മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ പോലും എക്സ്പ്രസ് ആയിട്ട് രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തിൽ ഒരു എക്സംഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ വളരെ കൃത്യമായിട്ട് സെക്ഷൻ 4(3) പറയുന്നത് 1958 ഹിസ്റ്റോറിക്കൽ മോണുമെന്റുകളുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്താണോ അത് ഈ ക്ഷേത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്തിൽ നിന്ന് എക്സംപ്റ്റ് ആണെന്നാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്, ഈ ഗ്യാൻവാബി വിഷയത്തിൽ അതിലെ പെറ്റീഷണറായിട്ടുള്ള ആൾക്കാർ കേവല വിശ്വാസികൾ എന്നതിനപ്പുറത്തേക്ക് നിയമ പണ്ഡിതർ കൂടിയാണ്. അങ്ങനെയുള്ള നിയമ പണ്ഡിതർ എന്തുകൊണ്ടാണ് അവിടെ ASI ഇവിടെ വന്ന് സർവേ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1958 ആക്ടിൽ ഡിഫൈൻ ചെയ്തതനുസരിച്ച് എന്താണ് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ്, എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ്, ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു സൈറ്റ് എന്താണ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഈ ഒരു ആരാധനാലയത്തിന് താഴെ ഉണ്ടെങ്കിൽ, എനി സ്ട്രക്ചർ എന്നേ അതിൽ പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ആക്ടിൽ നിന്ന് അത് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ തടസ്സവാദമായിട്ട് പലപ്പോഴും മുസ്ലിം പക്ഷം ഉന്നയിക്കുന്നത് 91 നിയമമാണ് എങ്കിൽ അതിനെ എക്സംപ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ASIയുടെ സർവേ ആണ്. അപ്പൊ അങ്ങനെ ASIയുടെ ഒരു സർവേ നടത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകൾ മുന്നിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള തെളിവുകളാണ് ഗ്യാൻവാബിയിലുള്ളത്. പക്ഷെ അതിനെ അംഗീകരിക്കാനായിട്ട് ഇവിടുത്തെ മുസ്ലിം പക്ഷം തയ്യാറാണോ? അല്ല. ഈ രേഖകളെല്ലാം കിട്ടുകയും ASIയുടെ കാര്യത്തിൽ കയ്യിൽ നിന്ന് ഇത് കിട്ടുകയും ചെയ്യുന്ന സമയത്തും അതിനെ അവിശ്വസിക്കുകയാണ്. അതൊരു കേവല റിപ്പോർട്ട് മാത്രമാണ്, അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല എന്നൊക്കെ ഇവർ പറയുകയാണ്. നേരെ മറിച്ച് ഇതൊക്കെ തന്നെ കുഴിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങളിലുള്ളതല്ല. ഇത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു സർവേ ആണ്. അതായത് അവിടെ എന്തൊക്കെ കാണാൻ സാധ്യമാണോ ആ സാധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഈ സർവേയുടെ സ്കോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ അടിയിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളോ സർവേകളോ എക്സ്കവേഷനോ ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. അതിനുള്ള അനുമതി നിലവിലില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഇത്ര ഗണപതിയെ കണ്ടു, അല്ലെങ്കിൽ ഇത്ര ഭഗവതിയെ കണ്ടു, ഇത്ര ശിവലിംഗം കിട്ടി, ഇത്ര നന്ദികേശ്വരനെ കിട്ടി എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ അവിടെ അവർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് അവരോടൊരു ASI വന്ന് പറയേണ്ടുന്ന കാര്യമില്ല. നേരെ മറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാവുന്ന ഒരു കാര്യത്തിനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോടുകൂടി ഒരു ഏജൻസി വരുമ്പോൾ ആ ഏജൻസിയെ വിശ്വാസമില്ല. അല്പം മുമ്പ് ശ്രീ അബ്ദുള്ള പറഞ്ഞതുപോലെ പരമോന്നത നീതിപീഠത്തിനെ പോലും ഇവിടെ വിശ്വാസമില്ലാത്ത രീതിയിലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യം, ഈ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു തർക്കപരിഹാര മാർഗത്തിനെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരാം, സ്വീകാര്യമല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗ്യാൻവാബി ക്ഷേത്രത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്ത് പൂജ അനുവദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ഒരു ചരിത്രം ഉണ്ട്. അതായത് പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ കൃത്യമായിട്ട് ഒരു കുടുംബം പൂജ നടത്തുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് ആ പൂജ നിലനിന്നിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവിടെ ഉണ്ട്. അത് അവർക്കുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അതൊരു പള്ളിയായിരുന്ന സമയത്ത് പോലും അവിടെ അതിനുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് കോടതി അത് കേട്ടതിന് ശേഷം പറയുന്നത് ശരി, നിങ്ങൾ അവിടെ പൂജ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നത്. അപ്പൊ പൂജ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം എവിടെയാണ്? ഏതെങ്കിലും കോടതിയുടെ ഉത്തരവ് കൊണ്ടാണോ പൂജ നിർത്തിവെച്ചത്? അല്ല. 1993 മുലായം സിംഗ് യാദവിന്റെ കാലത്ത് ഏകപക്ഷീയമായിട്ട് സർക്കാർ എടുത്തിരുന്ന ഒരു തീരുമാനമാണ്. ഒരു കോടതിയുടെയും ശുപാർശയുടെ പുറത്തല്ല. ഒരു സർക്കാർ തീരുമാനിക്കുകയാണ് ശരി ഇനി മുതൽ ഇവിടെ പൂജ വേണ്ട എന്ന് പറയുന്ന സമയത്ത് അതൊരു ആർബിട്രറി ഗവൺമെന്റ് ഡിസിഷനാണ്. ആ ഡിസിഷൻ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ് ശരി അതിന് തടസ്സമില്ല, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്ത് അത് മതേതര വിരുദ്ധമായി മാറുകയാണ്. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ റീകൺസിലിയേഷൻ സാധ്യത എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആണെന്ന് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പലപ്പോഴും ആൾക്കാർ പറയുന്നു 30,000 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പോകുമോ, 40,000 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 30,000 ക്ഷേത്രമായിക്കോട്ടെ 40,000 ക്ഷേത്രമായിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനാണ് ഭയം? ഈ ഭയമുള്ളത് എപ്പോഴാണ്? ഈ ക്ഷേത്രത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഈ ആരാധനാലയത്തിന്റെ അടിയിൽ ഒരു ക്ഷേത്രമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. ആ ശരി, ASIയെ കൊണ്ടുവന്ന് സർവേ നടത്തി, ഇവിടെ നിങ്ങൾക്ക് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം കണ്ണിന് മുന്നിൽ കാണുന്ന സത്യത്തിനെ പോലും അതൊരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ ഭീതി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്.
അപ്പൊ നമ്മളിതിൽ കാശിയും മധുരയും കഴിഞ്ഞതിന് ശേഷം ഇത് നിർത്തണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗതമായിട്ടുള്ള ചോയ്സ് ആണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ ഇമോഷണലി, എനിക്ക് വൈകാരികമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് ആ ക്ഷേത്രത്തിലോടായിരിക്കാം. എനിക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ പറയുന്ന നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും അന്വേഷിക്കാൻ വ്യക്തി എന്ന നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കേസുകൾ വേണമെങ്കിലും എവിടെയെങ്കിലും വേണമെങ്കിലും വരാം. അത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് തർക്കപരിഹാരത്തിന് പോകാൻ കഴിയുകയുള്ളൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്നൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു വിഭാഗത്തിനും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നമുക്കൊരു വാഹനാപകടം ഉണ്ടാകുന്നു, ഒരു ബസ് അപകടം ഉണ്ടാകുന്നു, അതിലൊരു 50 പേർക്ക് പരിക്കേൽക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്ന 30 പേർക്ക് മാത്രമേ ഞങ്ങൾ ഒരു റെമഡി തരികയുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ഓരോരുത്തരുടെയും അവിടുത്തെ ഉള്ള ഒരു ക്ലെയിം എന്ന് പറയുന്നത് ലീഗലി വാലിഡ് ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശ്രേയനിൽ. ഏതെങ്കിലും ഒരു തർക്കമന്ദിരം അത് തകർക്കാനായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത് നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു സർവേ നടത്തൂ, ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം നടത്തൂ, എന്റെ കയ്യിലുള്ള തെളിവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ടൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അതെങ്ങനെയാണ് തെറ്റാകുന്നത്, അതെങ്ങനെയാണ് നീതികേടാകുന്നത്, അതെങ്ങനെയാണ് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടുള്ള നടപടികളല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 1 ഏക്കർ വസ്തുവുണ്ട്, അത് 10 പേര് കയ്യേറിയിരിക്കുകയാണ്. ശരി, ഏറ്റവും കൂടുതൽ ആൾക്കാർ കയ്യേറിയിരിക്കുന്ന വസ്തുവിൽ മാത്രം ഞാൻ കേസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ അനാവശ്യമായിട്ടുള്ള ഒരു ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ വിശ്വാസ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നടക്കുന്നത്. അത് മുസ്ലിം സമൂഹം തിരിച്ചറിയണം. ഞാൻ പറയുന്നത് നമ്മുടേതല്ലാത്ത ഒരു വസ്തുവാണ് നമ്മുടേത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ തന്നെ ഇങ്ങനെ ഒരു മീഡിയേഷൻ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ രവിശങ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സമിതികൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ എങ്ങും എത്തിയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കടുംപിടുത്തം ആണ് അതിൽ പിടിക്കുന്നത്. ഇപ്പൊ വിധി വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെ ചലഞ്ച് ചെയ്യുന്നില്ല എന്ന രീതിയിലത്തൊക്കെ അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിലെത്തുന്നത് വരെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവരാരും തയ്യാറായി ല്ല. നമ്മൾ ഇത് തന്നെയല്ല, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ ഡിഗ്രി അല്ലേ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിച്ചെടുത്തിരിക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ കെ മുഹമ്മദിനെയും ബി ലാലിനെയും പറ്റിയും ഒക്കെ പറയുമ്പോൾ ഇവരൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന കാര്യങ്ങളിലാണ് പറയുന്നത്. 200-ലധികം ടെറാക്കോട്ട വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇത്ര തൂണുകൾ ഉണ്ടായിരുന്നു, ആ തൂണുകളിലെ ലിഖിതങ്ങൾ ഇതാണ്, അവിടെ മകരപ്രണാളി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം എക്സ്കവേറ്റ് ചെയ്തിട്ടാണ്. നേരെ മറിച്ച് ഗ്യാൻബാബിയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ആ കാണുന്ന കാര്യം മുന്നിലെടുത്ത് വെച്ചതിന് ശേഷം ഇത് സമർത്ഥിക്കുമ്പോൾ പോലും അതിനെ സ്വീകരിക്കാത്ത ആൾക്കാരോട് എന്ത് രീതിയിലുള്ള സമവായമാണ് പറ്റുന്നത്? പിന്നീട് അത് ഭീതി വിതയ്ക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഞാൻ വാബി അത് മസ്ജിദ് അല്ല മന്ദിറാണെന്ന്. വേറെ ഒന്നും വേണ്ട. അല്ല, ഇത് നോക്കൂ, ഇത് ഈ അയോധ്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ് പണ്ട് അതിനെ വിളിച്ചിരുന്നത് തന്നെ. ഞാൻ 2016 അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഡ്രൈവറോ മറ്റോ ആണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഈ പ്രശ്നം ഒന്ന് തീർന്നാൽ മതി, അത് അവർക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ അത് വിട്ടുകൊടുക്കണം, നമ്മുടെ ജീവിതം ഇനി നന്നായിട്ട് പോകണമെങ്കിൽ ഈ ഇഷ്യൂ സെറ്റിൽഡ് ആവണം. അതിന് പണ്ട് തൊട്ടേ പറയുന്നത് ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ്. നമുക്ക് എന്ത് ജന്മസ്ഥാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അത് ഇങ്ങനത്തെ ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഗ്യാൻവാബി അത് തന്നെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിശ്വാസത്തിൽ എന്താണ് ഗ്യാൻവാബി? ആ ഗ്യാൻവാബി എന്ന് പറയുന്നത് കൊണ്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നേരെ മറിച്ച് സ്കാന്ദപുരാണത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് ഗ്യാൻവാബി എന്നതിനെ പറ്റി നിർവചനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനെ തകർത്തിരിക്കുന്ന ഔറംഗസേബിന്റെ കാലത്തുള്ള ലിഖിതങ്ങളിലാണെങ്കിലും ഈ സയന്റിഫിക് എവിഡൻസിലാണെങ്കിലും ഒന്നും നമുക്ക് വിശ്വാസമില്ല. ഞാൻ പറയുന്നതാണ് എന്റെ നിയമം, അത് വേണമെങ്കിൽ നീ കേട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളെയോ അംഗീകരിക്കുന്ന പ്രവണതയേ അല്ല. അങ്ങനെയുള്ള യാതൊരു പ്രവണതയും നമ്മുടെ രാജ്യത്ത് വെച്ചു പുറപ്പിക്കാൻ കഴിയാത്തതുമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള റിഡ്രസൽ സിസ്റ്റം ഉണ്ട്. ആ റിഡ്രസൽ സിസ്റ്റം എന്താണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബൈൻഡിങ് ആണ്. അതല്ലാതെ അത് ശരിയാണ് മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞില്ല, പക്ഷെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ തീരുമാനം ശരിയാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്ന് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രസ്താവനയാണ്, പക്ഷെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയല്ല, നിങ്ങളുടെ അസഹിഷ്ണുത രേഖപ്പെടുത്തുകയാണ്.
അങ്ങനെ അസഹിഷ്ണുത രേഖപ്പെടുത്താനാണ് എന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോകും? അപ്പൊ അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്. വഴിയെ പോകുന്ന എല്ലാ പള്ളികളെയും അമ്പലങ്ങളെയും മാന്തുക എന്നുള്ളതല്ല പ്രശ്നം. മുമ്പ് സീതാറാം ഗോയലാണെന്ന് തോന്നുന്നു, ചരിത്രകാരൻ, അദ്ദേഹം ഈ വാദം, ഈ ബുദ്ധവിഹാരമാണല്ലോ ഇപ്പോഴത്തെ വാദം, ഈ ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങളില്ല, എല്ലാം ബുദ്ധവിഹാരങ്ങളാണ്, ആ ബുദ്ധവിഹാരങ്ങൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ പണ്ട് റോമിള താപ്പർ എന്തോ ഇത് പറഞ്ഞപ്പോ സീതാറാം ഗോയൽ എന്തോ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബുദ്ധവിഹാരം അതിനെ തകർത്തിട്ട് അതിന്റെ പുറത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള തെളിവ് നിങ്ങൾ തന്നാൽ മതി, എന്റെ വാദമെല്ലാം അവസാനിപ്പിക്കാമെന്ന്. ഇന്നേ വരെ അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന്റെ കാരണം ഇത് ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തെളിവുകളില്ല. തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇപ്പൊ പറയാം, ഇവിടെ രംഗനാഥ സ്വാമി ക്ഷേത്രം, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, ഇതിനടിയിൽ ഒരു ബുദ്ധവിഹാരമാണ്, പറയൂ, സർവേ നടത്തട്ടെ, സർവേ നടത്തി കണ്ടുപിടിക്കട്ടെ. അതിന് പറ്റില്ല എന്ന് ഈ കൂട്ടർക്കറിയാം. നേരെ മറിച്ച് മറ്റ് സൈഡിൽ അയോധ്യയിലായിക്കോട്ടെ, പണ്ടത്തെ സോമനാഥിന്റെ കാര്യം നമുക്കറിയാം, ഗ്യാൻവാബി ആയിക്കോട്ടെ, മധുര ആയിക്കോട്ടെ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷണർ ആണെന്നേ പറയുന്നത് ഇവിടെ സർവേ നടത്തുമെന്ന്. പെറ്റീഷണർക്ക് ഉറപ്പുണ്ട്, കാരണം ഇതിനടിയിൽ ഈ സംഭവങ്ങളുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുപോലും വേണ്ട എന്നാണ് മറുപക്ഷം പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലീൻ ആണെങ്കിൽ എന്ത് അന്വേഷണം വന്നാൽ ഞാൻ സ്വാഗതം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. ഇല്ല, പറ്റില്ല, ഇവിടെ സർവേ നടത്താൻ പറ്റില്ല, ഇനി സർവേ നടത്തുമ്പോൾ സർവേയുടെ ഫലം ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് അങ്ങനെ നിൽക്കുന്ന ഒരു തിയോക്രാറ്റിക് രാജ്യമല്ല നമ്മുടേത്. ഇവിടെ കുറെ അധികം നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്, അതിനനുസരിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. മതനിയമം എന്നൊന്ന് ഈ രാജ്യത്തില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ, ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. വിദ്യാസാഗർ, അബ്ദുള്ള സാഹിബിനെ താങ്കൾ ഓടിച്ചു വിട്ടു. ഇവിടെ ഞാൻ ഓടിച്ചില്ല, അത് ഓടിയതാണ്. ഇവിടെ ഈ നമ്മുടെ താജ്മഹലുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ എന്താണ്? അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതായത് താജ്മഹലിന്റെ ഉള്ളിൽ സന്ദർശിക്കുന്ന പലരും ചില ഭാഗത്തേക്ക് അവരെ കടത്തിവിടുന്നില്ല എന്നുള്ളത് പണ്ടേക്ക് വേണ്ടി അറിയാവുന്നതാണല്ലോ. ഡൽഹിയിൽ അവിടെ താജ്മഹലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് പ്രവേശനമില്ല. ചില ഇടങ്ങളിൽ അതിനകത്ത് ക്ഷേത്രത്തിന്റെ സമാനമായ ഭാഗങ്ങളുണ്ടെന്നും ചില കൊത്തുപണികളും ചില ലിഖിതങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് പലരും പല രീതിയിൽ പുറത്തുവിട്ടതാണ്. അതൊക്കെ വെരിഫൈഡ് അല്ലെന്ന് മാത്രം. എനിക്കിപ്പോ ഓഫ് ഹാൻഡ് വെരിഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പെറ്റീഷണർ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും അതിനകത്ത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആരും ഇവിടെ ഇപ്പൊ ഈ ഇസ്ലാമിക് സോഴ്സസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സോഴ്സസിൽ നിന്നും ചില ട്രോളുകൾ വരുന്നുണ്ട്. അതായത് ഗൾഫിലൊക്കെ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന് സമാനമായ ചില സാധനങ്ങൾ വെക്കുമ്പോൾ സംഘി പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു, ക്ഷേത്രമായിരുന്നു ക്ലെയിം ചെയ്യുന്നതായിട്ട് കളിയാക്കിക്കൊണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ നാട്ടിൽ എവിടെയാണ് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇല്ലാതിരുന്നത്? ഈ നാടിന്റെ ഓരോ തരി മണ്ണിലും എന്തെങ്കിലും നമ്മുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും. പഴയ രാജനൈതികതയുടെ ഭാഗമായിട്ട് ഇസ്ലാമിക് ഇൻവേഷൻ, അതായത് ഇസ്ലാമിക അധിനിവേശം നടന്ന കാലത്ത് മനഃപൂർവ്വം തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വൈഷ്ണവ കേന്ദ്രങ്ങൾ എല്ലാം ആക്രമിച്ചിട്ട് അതിന് മേലെ തന്നെ മറ്റ് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഒരു ഉപഭൂഖണ്ഡമായ ഭാരതത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം തന്നെ നിങ്ങളുടെയൊക്കെ വിഗ്രഹാരാധനയെ ഞങ്ങളിതാ തകർക്കുന്നു, നിങ്ങളുടെ ആരാധനാ സമ്പ്രദായം തെറ്റാണ്, നിങ്ങളുടെ ആരാധനയ്ക്ക് മേലെ ഇത് അള്ളാഹുവിന്റെ വിജയം ഞങ്ങൾ കൈവരിക്കുന്നു എന്ന് മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാശിയിലും മഥുരയിലും അയോധ്യയിലും ഒക്കെ നമുക്ക് പണ്ടേ തന്നെ തർക്കം ഉന്നയിക്കേണ്ടി വന്നത് തന്നെ ഞങ്ങളുടെ സുപ്രധാനങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളെ, ക്ഷേത്രങ്ങളെ നിങ്ങൾ അധിനിവേശത്തിന്റെ ഫലമായിട്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് മാറ്റണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ക്ഷേത്രം പണിയണമെന്ന് സ്വപ്നേപി ചിന്തിക്കാത്ത ആളുകളാണ്. ഇന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ. ഇത്രയും പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിട്ടും ഇതിനെ മറുവശം ചിന്തിച്ചാൽ മതി. കോൺഗ്രസിന് പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിരുന്ന കാലത്താണ് മുലായം സിംഗിനെ പോലുള്ള ആളുകൾ ഇത്രയും നിന്ദ്യമായ തരത്തിൽ ഹിന്ദുധർമ്മത്തെ അവഹേളിച്ചത്. ഗ്യാൻവാബിയിൽ ഉണ്ടായിരുന്ന ആരാധനയെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണ്, കോർട്ട് ഓർഡർ കൊണ്ടല്ല. ഈ മുലായമിന്റെ ഒരൊറ്റ ശാഠ്യം കൊണ്ടത് ഒറ്റ രാത്രി കൊണ്ട് നിർത്തിവെക്കുകയാണ്. അങ്ങനെ ഹിന്ദുക്കളുടെ ആരാധനയെ, പൂർവികമായ ആരാധനയെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചിട്ട്, പൊളിറ്റിക്കൽ മൈറ്റ് ഉപയോഗിച്ച് നിർത്തിവെച്ചവരാണ് കോൺഗ്രസ്സുകാര്. അപ്പൊ ഇനി ഒരിക്കൽ കോൺഗ്രസിന്റെ ഭരണം വന്നാൽ, അല്ലെങ്കിൽ ഇനി ഒരിക്കൽ ഇതുപോലെ ഈ ജിഹാദികൾക്ക് പൂണ്ടു വിളയാടാനുള്ള അവസരം ഈ കേന്ദ്രത്തിൽ വന്നാൽ അവരെന്തൊക്കെ ചെയ്യുകയില്ല എന്നുകൂടി ഈ പ്രേക്ഷകർ ഓർക്കുന്നത് നല്ലതാണ്. അത് ഞാൻ ഇതിനിടയ്ക്ക് കൂടെ പറയുകയാണ്. സോ പൊളിറ്റിക്കൽ മൈറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന്, നമ്മുടെ പൂർവികമായ സംസ്കാരത്തിന്റെ യശസ്സിലേക്ക് അതിനെ തിരിച്ചു പ്രതിഷ്ഠിക്കുന്നതിന് പൊളിറ്റിക്കൽ മൈറ്റ് അത്യാവശ്യമാണ്. ഇവിടെ ചോദിച്ചതിൽ ഈ തേജോ മഹാലയമാണ് താജ്മഹൽ എന്നൊക്കെ പറയുന്നവരുണ്ട്.
അതായിക്കൊള്ളുന്നില്ല. അങ്ങനെ തന്നെയാണ് അതിന്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൗരാണികമായ ഒരു ശിവലിംഗത്തിന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിന്റെ ചില മാതൃകകൾ അതിൻ്റെ അകത്ത് അവശേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലർ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ പൂർണ്ണമായും ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ഇസ്ലാമിക പള്ളി സ്ഥാപിച്ചാൽ എന്താണ് തെറ്റ്? അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് വേർഷിപ്പ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇതാ ഈ ഷിർക്കിന് മേലെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൊടിയ പാപമാണ്. ഇസ്ലാമിക നിയമപ്രകാരം, ഖുർആൻ പ്രകാരം, ഹദീസ് പ്രകാരം, അവരുടെ തഫ്സീറുകൾ പ്രകാരം ഒരു മുസ്ലിം ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അത് അള്ളാഹുവിന് സമമായിരിക്കുകയും ചെയ്യുകയും അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഷിർക്കാണ്. അത്തരത്തിൽ ഷിർക്ക് ചെയ്താൽ അത് വ്യഭിചാരത്തെക്കാൾ, ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്നതിനേക്കാൾ, ഈ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്നതിനേക്കാൾ, എന്ത് വൃത്തികേടിനും തെമ്മാടിത്തരത്തെക്കാളും ഇസ്ലാം കാണുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു മൂർത്തിയെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നരകത്തിൽ പോയാൽ ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ ഭൂമിയിലും അത്തരക്കാരെ അവരുടെ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട്, അവരുടെ ഐക്കണോക്ലാസം നടത്തിയിട്ട്, മുഹമ്മദ് നബി തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള മെക്കയിലെ പണ്ടുള്ള പ്രാകൃതമായിട്ടുള്ള പഴയ ആചരണക്കാരുടെ അവരുടെ പള്ളിക്ക് മുമ്പിലുണ്ടായിരുന്ന കാളക്കുട്ടിയുടെ വിഗ്രഹം പൊട്ടിച്ചു കളഞ്ഞുവെന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. കാളക്കുട്ടിയുടെ വിഗ്രഹം എവിടെയാണ് കിടക്കുക നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള അനേകം പരാമർശങ്ങൾ ബൈബിളിന്റെ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ഖുർആനിൽ മൊത്തത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം ഈ സെമിറ്റിക് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഐക്കണോക്ലാസമാണ്. ഇപ്പൊ താജ്മഹൽ മാത്രമല്ല, സീതാറാം ഗോയൽ അദ്ദേഹം ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം എന്ന് 2 വോള്യൂം എഴുതിയിട്ടുണ്ട് പുസ്തകം. അതിൽ 48,000 ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഇവർ തകർത്തതെന്നും എപ്രകാരമാണ് അതിനു മേലെ ഇവരുടെ അധിനിവേശ സമ്പ്രദായത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഈ ഇസ്ലാമിക് ഡോംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നും നമുക്ക് വ്യക്തമായിട്ട് ആ പുസ്തകം പറഞ്ഞിരുന്നുണ്ട്. സീതാറാം ഗോയൽ എഴുതിയിട്ടുള്ള, അത് PDF അവൈലബിൾ ആണ്, ആർക്കും വായിക്കാം. അതുപോലെ തന്നെ രാം സ്വരൂപ്, നേരത്തെ നമ്മുടെ അബ്ദുള്ള സാർ ഓടിപ്പോയല്ലോ, അതിന് കാരണമായത് എന്റെ ചോദ്യമാണ്, ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനം എന്ത്? അപ്പൊ അദ്ദേഹം പലരും ന്യായം പറഞ്ഞു, എന്റെ മക്കൾക്ക് 4 കാറിന്റെ അവർ 4 കാർ ഓടിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ രാം സ്വരൂപ് എന്ന് പറഞ്ഞ ഈ സീതാറാം ഗോയലിനോടൊപ്പം തന്നെ വോയിസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയ രാം സ്വരൂപ് പറഞ്ഞിട്ടുണ്ട്, വിമൻ ഇൻ ഇസ്ലാം എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. അത് വായിച്ചാൽ അത്യാവശ്യം വായന ഉള്ള അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമാവും എത്രത്തോളം കാടത്തം നിറഞ്ഞ അല്ലെങ്കിൽ എത്രത്തോളം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് ശരിയ നിയമം ഒരു മനുഷ്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് വ്യക്തമാവും. ഇപ്പൊ താജ്മഹൽ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ, ഇപ്പൊ ഇത് ഞാൻ ഇപ്പോഴല്ല, ഏതാണ്ട് 2010 കാലഘട്ടത്തിൽ ആരോ ഒരാൾ എനിക്ക് വളരെ വിശദമായിട്ട് 4-5 പേജുകൾ അതിന്റെ അകത്തുനിന്ന് എടുത്ത ചിത്രങ്ങൾ അയച്ചു തന്നിരുന്നു. ആ ചിത്രങ്ങളിൽ പലപ്പോഴും ഓംകാരം കൊത്തിവെച്ചതായിട്ടും ശിവലിംഗത്തിന്റെ മാതൃക ഉള്ളതായിട്ടും ചില കൊത്തുപടി ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് 14 പ്രസവിപ്പിച്ച് അവളെ ആ പ്രസവത്തിൽ ബ്ലീഡിംഗ് കൊണ്ട് ചത്തുപോയിട്ട് അവളോടുള്ള മഹത്തായ പ്രേമത്തിന്റെ പ്രതീകമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നതിൽ എന്താർത്ഥമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയെ പ്രസവത്തിനുള്ള യന്ത്രമായി ഉപയോഗിച്ച ഒരാൾക്ക് അവളോട് എന്ത് പ്രേമമാണെന്ന് മനസ്സിലാകുന്നില്ല. അവൾ അത് പ്രസവത്തിൽ മരിച്ചു പോവുകയാണ്, ബ്ലീഡിംഗ് കൊണ്ട്. അവളെ ലോകത്തിലെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സിമ്പലായിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ താജ്മഹൽ എന്ന് പറയുമ്പോൾ അതിലൊക്കെ ചില പൊരുത്തക്കേടുകളുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഫെയർ പോളിസിയാണ്, ലീഗലിയാണ് പോകുന്നത്. ഒരു അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു, ആരാധന നടന്നിരുന്നു എന്ന സംശയമുള്ളപ്പോൾ നമ്മൾ നിയമപരമായി പരാതി കൊടുത്തും അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇസ്ലാമിക് ഇൻവേർഡ് ചെയ്തതുപോലെ മഹാനായ ഓഷോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി, തക്ഷശില നളന്ദ അറിയാമല്ലോ, നളന്ദയിലെ ലൈബ്രറി ഈ ഇസ്ലാമിക് ഇൻവേർഡേഴ്സ് കത്തിക്കാനുള്ള ഒരേ ഒരു കാരണം അവിടെ ഖുർആന്റെ പതിപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. രസകരമായി തോന്നും നമുക്ക് കേട്ടാൽ. അത്രത്തോളം അന്ധമായിട്ടുള്ള ഒരു മതബോധത്തിൽ കഴിയുന്നവരെ ഉണർത്തിക്കൊണ്ടുവരുവാൻ വളരെ പ്രയാസമാണ്. അവർ ഉണരുകയില്ലെന്നത് കാരണം അവർ ഉറക്കം നടിക്കുകയാണ്. ദേ ആർ നോട്ട് സ്ലീപ്പിംഗ്, ദേ ആർ നോട്ട് അസ്ലീപ്. അവർ ഉറക്കം നടിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം ക്ലാരിയൻ കോൾ കൊടുത്താലും അവർ ഉണരില്ല. കാരണം അവർ ഉണർന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വരും. ഇതര മതസ്ഥരുടെ മേൽ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരമൊക്കെ ഒഴിവാക്കേണ്ടി വരും. മാന്യമായിട്ട് ഡെമോക്രസിയിൽ ബഹുസ്വരതയിൽ ജീവിക്കേണ്ടി വരും. അതൊന്നും ഇവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം, എനിക്കിപ്പോഴും വളരെ വേദനാജനകമായ ചിത്രം ഞാൻ കണ്ടത്, അഫ്ഗാനിസ്ഥാനിലെ ഈ US ട്രൂപ്പെല്ലാം പിൻവാങ്ങി, ഇന്ത്യൻ ട്രൂപ്പ് പിൻവാങ്ങി, അതിന് ശേഷം താലിബാൻ ഭരണം വന്നപ്പോൾ അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസിൽ AK-47 കയ്യിൽ പിടിച്ചുകൊണ്ട് താടി വെട്ടിയിട്ട് 36 കൊല്ലമായ ഒരുത്തൻ കയറിയിരിക്കുന്ന ചിത്രം, ആ കസേരയിൽ ഇരിക്കുന്ന ചിത്രം നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. ഒരു കാലം അതിനെ മേലെ കയറ്റി വെച്ച് ഒരു വെളിച്ചെണ്ണയുടെ കുപ്പിയുമായി മേശപ്പുറത്ത് വെച്ചിട്ടിരിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാടത്തം നിറഞ്ഞ ബാർബേറിയൻസ് ആയിട്ടുള്ള ഇവരുടെ ഭരണം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ചെറുപ്പം മുതലേ മദ്രസ വിദ്യാഭ്യാസത്തിലുള്ള വന്ന ഡോക്ടറും എഞ്ചിനീയറും അടക്കം. അവിടെയാണ് പ്രശ്നം. സോ ഇത് ചിലർ പറയും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. അത് അമ്പേ തെറ്റാണ്. ബിൻ ലാദൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമിക പ്രഭാഷണം നടത്തുകയും തീവ്രവാദപരമായിട്ട് ശരിയ നിയമം വരണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നവരൊക്കെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഉള്ളവരൊക്കെയാണ്. ഇപ്പൊ വിദ്യാഭ്യാസമല്ല പ്രശ്നം. ആദ്യമേ തന്നെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കുന്ന മതബോധനമാണ് ഇത്തരക്കാരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇവരോട് എത്ര തർക്കിച്ചിട്ട് ഒരു കാര്യം. ഇപ്പം നമ്മുടെ അബ്ദുള്ള സാഹിബൊക്കെ വിദ്യാഭ്യാസമുള്ള ആളാണ്. പറയുന്ന കേട്ടാൽ പിന്നെ അങ്ങനെ തോന്നില്ലെങ്കിലും അദ്ദേഹം 5ാം ക്ലാസ്സുകാരനല്ല. അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു. മാധ്യമം പത്രത്തിന്റെ ഉയർന്ന സ്ഥാനം വഹിച്ച ആളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ആളാണ്. തേജസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ഒരു പക്ഷെ നമ്മളെക്കാളും വിദ്യാഭ്യാസവും യോഗ്യതകളും ഉള്ളവരാണ്. പക്ഷെ അവർ വാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബെൻസ് ഒന്നും വേണ്ട, കാളവണ്ടി മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു മതബോധനമാണ് ഈ മറ്റു മതങ്ങളുടെ വിഗ്രഹങ്ങളെ, അത് ആരാധിക്കുന്ന ഇടങ്ങളെ ആക്രമിച്ചാൽ സ്വർഗത്തിൽ അതിന് പ്രത്യേകം കൂലിയുണ്ടെന്ന് അവരുടെ മതബോധനത്തിലുണ്ട്, മതഗ്രന്ഥങ്ങളിലുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ് ഒരു ക്ഷേത്രം തകർത്താൽ അത്രയും നല്ലത്. ഇത് തന്നെയല്ലേ ഇവിടെ മാർക്സിസ്റ്റുകാരും 70കളിലും പറഞ്ഞുകൊണ്ടിരുന്നത്. 60കളിലും 70കളിലും ഇവിടെ മാർക്സിസ്റ്റുകാർ പറഞ്ഞെന്താ, ഒരു കാവ് വെട്ടിത്തെളിച്ച് കപ്പ നട്ടാൽ അത്രയും നല്ലതെന്നാ പറഞ്ഞിരുന്നത്. നമ്മുടെ കേളപ്പജിയെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? നായ പാത്തിയ കല്ലുമ്മ ചന്ദനം ചാർത്തിയ കേളപ്പ എന്നാണ് ഇവിടുത്തെ അന്ന് ഡിവൈഎഫ്ഐ ഇല്ല, അന്നത്തെ പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ വിളിച്ച മുദ്രാവാക്യതാണ്. അതായത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവലിംഗവും ശ്രീകൃഷ്ണ വിഗ്രഹവും ഒക്കെ ഇവർക്ക് നായ മൂത്രം ഒഴിക്കുന്ന കല്ല് മാത്രമാണ്. എന്നിട്ട് ഇവർ മതേതരത്വമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമാണെന്ന്. അല്ല, ഇവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കറ കളഞ്ഞ ഐക്കണോക്ലാസം, വിഗ്രഹഭഞ്ജനമാണ്. വിഗ്രഹഭഞ്ജനം ഹിന്ദു വിരോധവുമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ മൈറ്റ് കൊണ്ട് നമുക്ക് ചിലതൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇത് സാധിച്ചെടുക്കുന്നത് രക്തച്ചൊരിച്ചിലൂടെ അല്ല. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടാണ്. ഇതിന്റെ വസ്തുതകൾ കാലാകാലങ്ങളിൽ പഠിച്ച് ഇത് കോടതി സമക്ഷം സമർപ്പിച്ച് അതിന് മേലെ തർക്കവും വീണ്ടും വീണ്ടും വിചാരണയും നടന്ന ശേഷമാണ് രാമജന്മഭൂമി നമുക്കൊരല്പം സ്ഥലമെങ്കിലും കിട്ടിയത്. ഇപ്പൊ ഗ്യാൻവാബിയിൽ ഒരു വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 3-ാം തീയതി വീണ്ടും ഇവര് പിന്നെ ഭാഗം വീണ്ടും അപ്പീൽ സമർപ്പിച്ചപ്പോൾ കോടതി വീണ്ടും തള്ളി. അവിടെ ആരാധന തുടരണമെന്നാണ്. കാരണം നമുക്ക് ആ സ്ട്രക്ചർ, ഇവരൊക്കെ കണ്ണുകൊട്ടന്മാരാണോ? ആ സ്ട്രക്ചർ നോക്കിയാൽ അറിഞ്ഞൂടെ? സത്യം പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ മുസ്ലിങ്ങളുടെ തൊപ്പിയിട്ട് നിൽക്കുന്നവരുണ്ടത്. അതായത് താഴഭാഗം മുഴുവൻ ഒന്നാം തരം ക്ഷേത്രം, മേലെ മാത്രം ഒരു തൊപ്പി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ എത്ര ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാല് ഒറ്റ നോട്ടത്ത് മനസ്സിലാവും. അതിന് നമ്മളെ ശരിയാണ്, കുഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അവിടെയാണ് പറഞ്ഞത്. ഇപ്പൊ അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം. ഈ റോമില താപ്പർ, KN പണിക്കർ തുടങ്ങിയിട്ട് ചില എന്താ പറയാ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ, അവർ പ്രൊപ്പഗാൻഡ ഹിസ്റ്റോറിയൻസ് ആണ്. ദേ ആർ നോട്ട് റിയൽ ഹിസ്റ്റോറിയൻസ്. ഈ സീതാറാം ഗോയൽ അവർക്ക് ഒരു കത്തെഴുതി, വിശദമായിട്ട് അവർ എഴുതിയിരിക്കുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കത്തെഴുതി. അത് വോയിസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. ആ കത്ത് എഴുതിയിട്ട് ഇവരോട് മറുപടി പെട്ടപ്പോ KN പണിക്കറും താപ്പറും, റോമില താപ്പർ ഒരു മറുപടി എഴുതി, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഞങ്ങൾ എഴുതിയ NCERTയുടെ പുസ്തകം വായിച്ചു പഠിക്കൂ ചരിത്രം എന്ന്. സീതാറാം ഗോയലിനോട് പറയാണ്, ഞങ്ങൾ എഴുതിയിരിക്കുന്ന 8ാം തരത്തിലെ പുസ്തകം പഠിക്കൂ എന്ന് വെച്ചാല് കളിയാക്കുകയല്ലാതെ ഇവരൊരിക്കലും അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്കോ വാദങ്ങൾക്കോ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ റോമില താപ്പർ ഞാൻ പറഞ്ഞല്ലോ പഴയ ബോർഡൻ ചേർന്ന ഭാഗമാണ്. KN പണിക്കർ അതെയാണ്. ഇങ്ങനെ കേരളത്തിലടക്കമുള്ള ചരിത്ര പണ്ഡിതരെന്ന് മേനി നടിക്കുന്ന പലരും പ്രൊപ്പഗാൻഡ ഹിസ്റ്റോറിയൻസ് മാത്രമാണ്. their only job is to create a propaganda wherein Hinduism will look like demonic. ഹിന്ദുവിസം വളരെ ചെകുത്താന്റെ മതമാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് ചരിത്ര വസ്തുതകളല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് പിന്നെ BB ലാലിന്റെ തെളിവ് അടക്കമുള്ള എക്സ്കവേഷന്റെ തെളിവടക്കമുള്ള ഗ്രന്ഥത്തെ വായിക്കാതെയാണ് സുപ്രീം കോർട്ടിൽ തെറ്റിദ്ധാരണജനകമായിട്ട് ശർമ്മ അടക്കമുള്ള ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസ് ഈ അയോധ്യ കേസിൽ പിന്നെ വാദിച്ചിരുന്നതും സമർപ്പിച്ചിരുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുത്ത വിഗ്രഹങ്ങൾക്ക് വിലയില്ല. അവർ സ്വന്തം ബുദ്ധിയിൽ തെളിഞ്ഞിട്ടുള്ള ഹിന്ദുവിരുദ്ധ പ്രൊപ്പഗാൻഡയെ ചരിത്രം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അയോധ്യ വിധി വന്നതിന് ശേഷം കുറെ അധികം ഹിന്ദുക്കള് ഈ ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ, വിശേഷിച്ച് KK മുഹമ്മദ് സാർ വളരെ എടുത്തു പറഞ്ഞ കാര്യമാണ്, ഇടത് ചരിത്രകാരന്മാരാണ് ഇസ്ലാമിന് വേണ്ടിയുള്ള കവർ ഫയർ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം കരുതിയിരിക്കേണ്ടത് ഇടതു ചരിത്രകാരന്മാരെയാണ് എന്ന വസ്തുതയാണ് ഈ ഓരോ എക്സ്കവേഷൻ തെളിയുന്നത്. അവർക്ക് ഹിന്ദുമതം തകർന്നു പോയാൽ സന്തോഷമേ ഉള്ളൂ. കാരണം അവർക്ക് വേണ്ടുന്ന അച്ചാരം വരുന്നത് ഈ കൂട്ടരുടെ കയ്യിൽ നിന്നാണ് എന്നത് വ്യക്തമായിരിക്കുകയാണ്.
അപ്പോൾ ഇളക്കി വിടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിരിക്കുന്നു. എക്സാക്ട്ലി ഇടത് കൈ കൊണ്ടാണ് ഇളക്കുന്നത്. യെസ്.